ഹലോ രേവതി, ഒറ്റയ്ക്ക് ഇവിടെ? ഒരു ഫ്രണ്ട് വരാന്ന് പറഞ്ഞു. ടിക്കറ്റ് എടുത്തു വെച്ച് നിൽക്കുക. ആർട്ട് ഫിലിം ആണെന്ന് തോന്നുന്നു. ആരെയും കാണാനില്ല. ഷോ തുടങ്ങാറായി. അല്ല ഞാൻ വരൂ, വരൂ പ്ലീസ്. ഹലോ, പടം ദേ അവിടാണ്, ഇവിടെ അല്ല. അറിയാം, പെണ്ണുങ്ങളുടെ മേത്തോടായിരുന്നു ഇവിടെ. ഞാൻ എങ്ങനെ ഇരിക്കണമെന്ന് എനിക്കറിയാം. ഇതെന്റെ സഹോദരിയാണ്. ഓ, അങ്ങനെയാണെങ്കിലേ ഇത് എന്റെ ഭാര്യയാണ്. അയ്യാ, കണ്ടാലും തോന്നും. ഒരു കുരങ്ങനെ കൂടെ കൊണ്ടുവരുന്നത്, ബാക്കിയെല്ലാം കയ്യിലുണ്ടല്ലോ. തറ ടിക്കറ്റ് പാർട്ടിയൊക്കെ ബാൽക്കണി കയറി വന്ന ഇങ്ങനെ തോന്നും. തന്റെ ഉപദേശം എനിക്ക് വേണ്ട. അല്ല, ഉപദേശിച്ചാ താൻ എന്താ ചെയ്യും? പോയി താഴെ എങ്ങനെ ഇരടാ. പിന്നെ അയ്യാ, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കൂലേ? താൻ പോവാ, കെട്ടി ഇറങ്ങി പോടാന്നാ. വെളി ഇറങ്ങട്ടെ ഏട്ടാ, കാണിച്ചു തരാം. തനിച്ചിരുന്ന് കണ്ടോ? വേണ്ട, അവിടെ ഇരുന്ന് മുഴിക്കാൻ കണ്ടിട്ട് പോയാൽ മതി. നീ പിച്ചാത്തി വാങ്ങിച്ചോണ്ട് വരുന്നില്ലയോ? അബദ്ധം കാണിക്കുന്നു. ഇനി ഞാൻ അവനെ അവളുടെ കൂടെ കണ്ടാൽ ആ നിമിഷം കുത്തി മലത്തും. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവൻ. നീ വാങ്ങിച്ചോണ്ട് വന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ വാങ്ങിച്ചോളാം. പോടാ. ഇത് വല്ലതും നടക്കുന്ന ലക്ഷണമാ. നടക്കും എന്ന കാര്യം 3.5 തരവാ. ഇനി അവൻ രേവതിയെ ഉപദ്രവിക്കാൻ വന്നാൽ എന്റെ തനി സ്വഭാവം ഞാൻ കാണിക്കും. ഗോപാലകൃഷ്ണൻ പെശകാണ്, അവൻ അറിഞ്ഞൂടാ. എന്റെ കണ്ണി കണ്ണ അവന്റെ കഷ്ടകാലമാണ്. സാരില്ല, അത്ര കാര്യൊക്കെ ഉണ്ട് ഗോപു. രേവതി അത് പറയരുത്. രേവതിയെ വേറിട്ട് നോക്കുന്ന പോലും എനിക്ക് സഹിക്കില്ല. ഞാൻ അവനെ കൊല്ലും. സൊള്ളലായിരിക്കും. ഇത് പിടിച്ചേ. നീ ആരാടാ പുല്ല് അത് അന്വേഷിക്കാൻ? അന്വേഷിച്ചാ നീ എന്തോ ചെയ്യണം? നിന്റെ എല്ലിന്റെ എണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയും. പിന്നെ ദേഹത്ത് തൊട്ട് നോക്ക്. തൊട്ടാ എന്താ? തൊട്ട് നോക്ക്. നീ തൊട. ആദ്യം നീ തൊട. തൊട്ടു. ആഴ്ചന്റെ ഗ്യോപ്പ് ദേഹത്ത് തൊടുമ്പോ അറിയാം. ചോളയാണേ തൊറ. നീ എന്തോ ചെയ്യും? രണ്ടുപേർക്കും വാചകമേ ഉള്ളൂ, തല്ലാൻ പേടിയാ. തൊട്ടോക്കടാ. എന്റെ ഒരു ഹാർമോൺ, എന്റെ ഹാർമോണിയം തൊട്ട് അടിച്ചതിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. ഞാൻ തൊടും. അടിച്ച് അസ്ഥിയാണ് ഇഷ്ടം പോലെ പറഞ്ഞത്. അടിച്ച് വഴക്കുണ്ടാക്കണ്ട, പറഞ്ഞില്ലേ പറഞ്ഞത്. രേവതി പറഞ്ഞോണ്ട് വെറുതെ രേവതിക്ക് അറിഞ്ഞൂടാ. എങ്ങോട്ടാ? ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചാ. എന്നിട്ടാണോ കൈയും വീശി പോകുന്നത്? വാക്കിംഗ് സ്റ്റിക്ക് കൂടെ എടുത്തോളണം. ആ വാക്കിംഗ് സ്റ്റിക്ക് കൂടെ എടുത്തോളാൻ. ഇതേ പാടവും പുഴക്കടവും അല്ല, സിറ്റിയാണ്. ഇവിടെ നടക്കുന്നതിനെ ഒരു സ്റ്റൈലൊക്കെ വേണം. എവിടെയാ കുന്ത്രാണ്ടം? അവിടെ എങ്ങാനും കാണും. ആവശ്യമുള്ളവരെ അന്വേഷിച്ചെടുത്തോളണം. See you, Gobu. Bye.
അറിഞ്ഞിട്ട് ബാക്കി കാര്യം. വാടി. ഇത്രയും നാളും ഇതാണ് അവിടെ നടന്നതല്ലേ? എന്റെ കൺമുമ്പിൽ വെച്ച് മറ്റൊരു പെണ്ണുമായി എന്താണോ എന്താ കാര്യം? ഇവിടെ എന്താ ഉണ്ടായേ? ഒന്നും അറിയാത്തതുപോലെ. എന്റെ അമ്മേ, എന്ത് ചങ്കൂറ്റം നിങ്ങൾക്ക്! ഇത്രയും വലിയ വൃത്തികേടും കാണിച്ചിട്ട് എന്റെ മുമ്പിൽ വന്നിരിക്കാൻ ആണല്ല മനുഷ്യൻ നിങ്ങൾക്ക്. കിടന്ന് കീറാതെ കാര്യം പറ. എന്റെ വായിൽ എന്നെ പച്ചയ്ക്ക് കേൾക്കണല്ലേ നിങ്ങൾക്ക്? കേൾക്കണം. അത്രയും സംസ്കാരം ഇല്ലാത്ത പെണ്ണുങ്ങളൊന്നും അല്ല ശങ്കരമംഗലത്തത്. നിങ്ങളും ആ പെണ്ണും കൂടി എന്തോന്നായിരുന്നു ചെടിയുടെ ഇടയില്. പെണ്ണോ? നല്ല കഥയായി. ഞാൻ എന്റെ വടി തപ്പായിരുന്നു. നിങ്ങളുടെ ഒരു വടി ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ആള്. ഏത് പെണ്ണ് പോലും എന്റെ കണ്ണിന് തിമിരൊന്നും ബാധിച്ചിട്ടില്ല. ഞാനിതൊക്കെ കുറെ നാളായി കാണാൻ തുടങ്ങിട്ട്. എന്റെ തലവട്ട കണ്ടാ മതി ആ പെണ്ണിറങ്ങി ഓടാൻ തുടങ്ങും. അനാവശ്യം പറയരുത്. കാണിക്കാം, പറയരുതല്ലേ? കണക്കായി പോയി. ഇനി അഥവാ കാണിച്ചു തന്നെ വെക്ക. കണക്കായി പോയി. ദേ, ഇങ്ങനെ തോന്നിവാസം കാണിക്കാനേ എന്നെ ഇവിടെ വിലക്ക് വാങ്ങിച്ചിട്ടിരിക്കൊന്നുമല്ല. 3 കുട്ടിയാനെ പുറത്ത് നിറച്ചു സ്വർണ്ണമായിട്ടാ ഞാനിവിടെ വന്നത്. അതും പലിശയും കണക്ക് തീർത്ത് തന്നിട്ട് തോന്നിവാസം കാണിച്ചോ? അതുവരെ പറ്റില്ല. ആശാനെ, ആശാൻ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ ആയാലോ? വേണ്ട, അല്ലേലും ഈ പെമ്പിളേരിങ്ങനെയാ. ഞാൻ കാലണയ്ക്ക് പാടുന്നവനല്ലേ? എന്നെ സ്നേഹിച്ച മാനക്കേടല്ലേ? ആശാൻ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? സംഗതിയുടെ കിടപ്പ് ഞാൻ ഒന്ന് ആലോചിച്ചപ്പോ കാണുന്നത് അവക്ക് ആശാനോട് സ്നേഹം ഉണ്ടെന്ന. പക്ഷെ അവൾ വെളിയിൽ കാണിക്കത്തില്ല. പിന്നെ അതെന്തോ സ്നേഹം? കുന്തം പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ആശാ ഒരു കാര്യം ചെയ്യും, വേറെ ആരെയും പ്രേമിക്കും. ആടിച്ചതിന്റെ പല്ല് തെറിപ്പിക്കും. ഒന്ന് പറഞ്ഞു തീരട്ടെ ആശാനെ. അതിനിടെ തോക്കിനകത്തൊരു വെടിവെക്കാ. ആശാൻ വേറെ ആരെങ്കിലും പ്രേമിക്കുന്ന അഭിനയി. അപ്പം അവൾക്ക് ആശാനോട് സ്നേഹം ഉണ്ടെങ്കിൽ അവളേറി ഉടക്കും. അത് ശരിയാ. അതാ പറഞ്ഞ മുഴുവൻ കേൾക്കണമെന്ന്. നമ്മള് പിന്നെ ഈ പ്രായം കഴിഞ്ഞാണല്ലോ ഇങ്ങോട്ട് വന്നത്. നീ ആള് കുരുമുളകാണല്ലോടെ. അത് കളാ, കളരി കുറെ കളിച്ചതാ. പിന്നെ ഒന്നും വെറുതെ അല്ല, ചെലവുണ്ട്. ഗോപു, ഗോപു, എന്റെ അമ്മ വന്നിട്ടുണ്ട്. എന്നെ ഇവിടെ കണ്ടാൽ എല്ലാം കുഴപ്പമാകും. ഞാൻ തയ്യൽ ക്ലാസ്സിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. സാരമില്ല, അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. രേവതി വിടുന്നോളൂ. ഹലോ ഹലോ, പുതിയ ഇംഗ്ലീഷ് റെക്കോർഡ്സ് ഒന്നും വന്നില്ലേ? ഒന്നും വന്നിട്ടില്ല. ഒരാഴ്ചക്കകം വരും. ഞാൻ വീട്ടിലേക്ക് കൊടുത്തേക്കാം. താങ്ക് യു വെരി മച്ച്. മറക്കില്ലല്ലോ? ഇല്ല. പുതിയത് ഏത് വന്നാലും ആദ്യം എനിക്ക് തരണം. ശരി, ഞാൻ ഏറ്റു. എനിക്ക് ഈ ഇംഗ്ലീഷ് പാട്ട് കേൾക്കാതിരിക്കാൻ പറ്റില്ല. കൊച്ചിലെ ശീലിച്ചു പോയതാ. തീർച്ചയായിട്ടും കൊടുത്തേക്കണം. പിന്നെ നമ്മുടെ റെക്കോർഡ് പ്ലെയറിന്റെ കാര്യം എന്തായി? അതും ഞാൻ ഉടനെ കൊടുത്തേക്കാം. മറക്കരുത്, തീർച്ചയായിട്ടും കൊടുത്തേക്കണം. വരട്ടെ. പോയോ? പോയോ? പോയി. എനിക്ക് അല്പം നേരത്തെ പോണം ഗോപു. എന്താ കാര്യം? ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. റിയലി? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. പാർട്ടിക്ക് എനിക്ക് ക്ഷണമൊന്നുമില്ലേ? അത്രയ്ക്ക് വലിയ പാർട്ടിയൊന്നും ഇല്ല. പിന്നെ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോണം. കം, ഷാൽ വി ഗോ? അല്ല, എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. ഓക്കേ, കാരി ഓൺ.
ഈ ബർത്ത്ഡേക്ക് വിളിച്ചില്ലേലും പോകാൻ ഒരു ആവശ്യം എനിക്കില്ലേ? പോയി കളയാന്നേ ക്ഷണിക്കാത്തൊരു അതിയായിട്ട്. അതിനുള്ള തൊലിക്കെട്ടി ഗോപാലകൃഷ്ണനുണ്ട്. വരും, ഗോപാലകൃഷ്ണൻ വന്നിരിക്കും. Briskly off his hits. Once with the you see that's just the 3 men on the onside. The rest are slips, gully, mid of cover point and extra cover. Just those 3 men. A very risky and a very ill-conceived shot. As it happened, there was safe over covers. ഗോളല്ലേ ചേച്ചി? ഫോറടിച്ചതാ. തല്ലിപ്പൊളി കളി ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ നാണം പന്തം പറ്റായിരുന്നെങ്കിൽ കാണാൻ എന്ത് രസമായിരുന്നേനെ. അറിഞ്ഞുകൂടെങ്കിലും വെറുതെ കണ്ടുകൊണ്ടിരിക്കണം ചേച്ചി. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ ക്രിക്കറ്റ് കാണുന്ന ഒരു ഫാഷനാ. വലിയ സിനിമാ നടികളുടെ വീട്ടിലെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്ന ക്രിക്കറ്റുകാരാ. ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. നാളെ എന്റെ ബർത്ത്ഡേയാ. അതെയോ? വലിയ പാർട്ടി കൊടുത്ത് ആഘോഷിക്കണ്ടേ? കൊള്ളാം, തീർച്ചയായിട്ടും വേണം. ഇപ്പൊ ഈ നഗരത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയല്ലേ ചേച്ചി. വിത്ത് ലവ് ടു രേവതി. ഇത്ര മതി. അവള് തലയും കുത്തി വീഴും. തള്ളെ ഒരല്പം സോപ്പിടണം. പിന്നെ ഈ ഗോപാലകൃഷ്ണൻ രാമുണ്ണി മേനോന്റെ ഏക മരുമകൻ. അല്ല, ആരാത്? രേവതിയുടെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞു. എന്റെ വക ഒരു സമ്മാനം, ക്ഷണിച്ചില്ലെങ്കിലും. അയ്യോ, അങ്ങനെ വിചാരിക്കരുത്. ഒന്നാമത് ഇന്നല്ലേ ബർത്ത്ഡേ, നാളെയാ. സാരല്ല, മുൻകൂറായി ഞാൻ ക്ഷണിച്ചിരിക്കുന്നു. ആട്ടെ, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നവരല്ലേ. അതെ 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 അതെ. മാത്രമല്ല, ഇപ്പൊ ഞാൻ ലേഡീസ് ക്ലബിന്റെ സെക്രട്ടറിയാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് നടന്നാലും എല്ലാരും അറിയും. ക്ലബിന് ഇത്രേ സുന്ദരിയായ ഒരു സ്ത്രീയെ ഇന്ന് വരെ സെക്രട്ടറിയെ കിട്ടിയിട്ടില്ല. രേവതിക്ക് പൂക്കൾ ഇഷ്ടമാണോ? ആ, ഇഷ്ടമാണ്. എനിക്കറിയാം. ഞാൻ പറ. ആഹാ, സാറ് ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ പോവാ. ഒരു പൂവാലൻ സ്റ്റൈലിൽ പൂവും കൊണ്ടാണുള്ള വരവ്. അവന്റെ ഒരു പഞ്ചാര തൊലി. എന്റെ ഊഹം ശരിയാവുണ്ട്. എടുത്തോളാം.